നമസ്കാരം എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. CPM പ്ലീനത്തിന് കൊൽക്കത്തയിൽ തുടക്കം. ബ്രിഗേഡ് ഗ്രൗണ്ടിനെ ചുവപ്പണിയിച്ച് കൂറ്റൻ റാലി. BJPയെയും തൃണമൂലിനെയും കടന്നാക്രമിച്ച നേതാക്കൾ. കോൺഗ്രസിനും മൃദുവിമർശനം മാത്രം. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കിടയിൽ ഐക്യമില്ലെന്ന് പ്ലീനത്തിന്റെ കരട് രേഖ. നരേന്ദ്രമോദിയുടെ പാക് സന്ദർശനം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാനെന്ന് കോൺഗ്രസിന്റെ പരിഹാസം. ചർച്ചകളിൽ കശ്മീർ ഉന്നയിക്കുമെന്ന് പാക് വിദേശകാര്യ സെക്രട്ടറി സർതാജ് അസീസ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി ജനുവരി മുതലെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ആകാശവാണിയെ വ്യക്തി താൽപര്യത്തിന് ദുരുപയോഗിക്കുന്നുവെന്ന് കോൺഗ്രസ്. രാഷ്ട്രീയക്കാർക്ക് അഭിനേതാക്കളെ പേടിയെന്ന് നടി ഷീല. കോൺഗ്രസ് സഹകരിച്ചിരുന്നുവെങ്കിൽ രാഷ്ട്രീയത്തിലിറങ്ങുമായിരുന്നുവെന്നും ഷീല ക്ലോസ് എൻകൗണ്ടറിൽ. തന്റെ ഇഷ്ടം ആരും ശ്രദ്ധിച്ചില്ല. രണ്ട് മന്ത്രിമാരിയ്ക്കുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഇടയ്ക്ക് ഒരു നടനോ നടിയോ വന്നാൽ എല്ലാവരും എഴുന്നേറ്റ് അയ്യോ വരുന്നോ എന്ന് പറഞ്ഞു പോയില്ലേ, തീർന്നു. അവർക്ക് ആ പേടിയാണോ എനിക്കറിയില്ല എന്താണെന്ന്. മണ്ഡലകാലത്തിന് ഇന്ന് സമാപനം. അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ നടന്നു. തൃശൂരിൽ 10,000 സാന്റോ ക്ലാസുമാരെ അണിനിരത്തി ബോൺനത്താലെ. സാഫ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ സെമിയിൽ. ഇന്ത്യ നേപ്പാളിനെ തകർത്തത് 1-4 ഗോളുകൾക്ക്. ചങ്തേക്ക് ഇരട്ട ഗോൾ. രാഷ്ട്രീയ നേതാക്കൾക്ക് അഭിനേതാക്കളെ പേടിയാണെന്ന് നടി ഷീല. കോൺഗ്രസ് സഹകരിക്കുമായിരുന്നുവെങ്കിൽ താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമായിരുന്നുവെന്നും ഷീല റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. 22 വർഷക്കാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് മകന്റെ കൂടെ സമയം ചെലവഴിക്കാനാണെന്നും ഷീല പറഞ്ഞു. മന്ത്രിമാരിയ്ക്കുമ്പോൾ അഭിനേതാക്കൾ കടന്നു വന്നാൽ ജനങ്ങൾ അവരെ കാണാൻ ഓടിപ്പോകും. ഈ പേടി രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടാകാമെന്നായിരുന്നു ക്ലോസ് എൻകൗണ്ടറിൽ നടി ഷീലയുടെ തുറന്നു പറച്ചിൽ. എനിക്കറിയില്ല, ഈ മിനിസ്റ്റർമാർക്കൊക്കെ ഒരു പേടിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി വരുന്നു. അപ്പം അങ്ങേര് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ വന്നാൽ തന്നെ ആൾക്കാർ കൂട്ടവും ജനങ്ങളും ഇപ്പോൾ ഒരു 2 മന്ത്രിമാരിയ്ക്കുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഇടയ്ക്ക് ഒരു നടനോ നടിയോ വന്നാൽ എല്ലാവരും എഴുന്നേറ്റ് അയ്യോ വരുന്നോ എന്ന് പറഞ്ഞു പോയില്ലേ, തീർന്നു. അവർക്ക് ആ പേടിയാണോ എനിക്കറിയില്ല എന്താണെന്ന്. കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നു. നിഷ്കളങ്കനായ ഉമ്മൻചാണ്ടിയോടുള്ള ഇഷ്ടം കോൺഗ്രസിലേക്ക് ആകർഷിക്കാൻ കാരണമായെന്നും ഷീല പറഞ്ഞു. എന്നാൽ തന്നെ കോൺഗ്രസിൽ നിന്ന് ആരും ക്ഷണിച്ചില്ല. നിഷ്കളങ്കനായ ഉമ്മൻചാണ്ടി എനിക്ക് ഒരു ഇഷ്ടമാണ്. കാരണം എനിക്ക് അങ്ങേരെ പറ്റി ഒരു വലിയ കോസിപ്പോ അല്ലെങ്കിൽ അങ്ങേരെ പറ്റി ഒരു പറഞ്ഞോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അങ്ങേരെ ഒരു കാരണമായിരുന്നു. പക്ഷെ ആരും വിളിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് പോയി ഞാൻ പോയി നിൽക്കാനൊക്കോ? തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിൽ പേടിയുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. ആരും തന്റെ ഇഷ്ടം ശ്രദ്ധിച്ചില്ല. ബുദ്ധിമുട്ടാൻ തയ്യാറായിരുന്നു ഞാൻ. കാരണം ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, എന്നെ ഞാനാക്കിയ എൻ്റെ കേരളത്തിന് വേണ്ടി, എനിക്ക് പെണ്ണുങ്ങൾക്ക് വേണ്ടി. അതിനെപ്പറ്റി ആരും ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കാത്തതുപോലെ അഭിനയിച്ചോ, ശ്രദ്ധിച്ചില്ലയോ, അല്ലെ പേടിയാണോ, ഞാൻ വന്ന അവർക്ക് പേടിയാണോ എന്തോന്നും എനിക്കറിയില്ല. ജയലളിതയുമായുള്ള സൗഹൃദം അണ്ണാ-DMKയിലേക്കുള്ള പ്രവേശനത്തിന് സഹായിക്കുമായിരുന്നുവെന്നും ഷീല പറഞ്ഞു. അതൊക്കെ തമിഴ്നാട്, തെലുങ്ക്, മലയാളത്തിൽ ഇതുവരെയ്ക്ക് ആരെങ്കിലും രാഷ്ട്രീയത്തിൽ വന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്? ഗണേഷ് കുമാർ പാവം. അത് അങ്ങേരെ അച്ഛൻ അങ്ങേര് ഒരു നടൻ എന്ന നിലയ്ക്കല്ല വന്നത്. അങ്ങേരെ അച്ഛൻ ഒരു മന്ത്രി എന്ന നിലയിൽ അങ്ങേല് വന്നത്. KP ഗണേഷ് കുമാർ മാത്രം നടനാണെങ്കിൽ മാത്രം വരാനൊക്കില്ലായിരുന്നല്ലോ, വരാനൊക്കെയില്ല. 22 വർഷക്കാലം സിനിമയിൽ നിന്നും വിട്ടുനിന്നത് മകന്റെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടിയായിരുന്നു. പുതിയ ചലച്ചിത്രകാരന്മാർ നല്ല സിനിമകളാണ് സൃഷ്ടിക്കുന്നത്. മലയാളത്തിലെ പ്രേമം എന്ന സിനിമ വ്യത്യസ്തമായ ചിത്രമാണെന്നും പ്രാധാന്യമുള്ള കഥാപാത്രമാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുമെന്നും ഷീല പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ്, അഡ്വക്കേറ്റ് ജയശങ്കർ, ജഗദീഷ്, K ബാബു, R ബാലകൃഷ്ണപിള്ള തുടങ്ങിയവരാണ്. ഒപ്പം തന്നെ NM പിയേഴ്സണും NP ചേക്കുട്ടിയും. ആദ്യം ശ്രീ ജഗദീഷ്, രാഷ്ട്രീയക്കാർ സിനിമാക്കാരെ പൊതുരംഗത്ത് വരുന്നതിൽ നിന്ന് അകറ്റി നിർത്തുന്നുണ്ട് എന്ന് നടി ഷീല വിശ്വസിക്കുന്നു. അവർ കോൺഗ്രസിൽ ചേരുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആരും പിന്നീട് ഷീലയോട് കോൺഗ്രസിൽ ചേർന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രവർത്തക മണ്ഡലം നൽകുകയോ ഒന്നും ചെയ്തില്ല. ഒന്നുകിൽ അവർ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്ന നിലയിൽ അഭിനയിച്ചു. രാഷ്ട്രീയക്കാർക്ക് സിനിമാക്കാരെ പേടിയാണ്. സിനിമാക്കാർ ചെല്ലുമ്പോൾ വലിയ ആരവങ്ങളുണ്ടാകും. അതുകൊണ്ടാണോ എന്ന് അറിയില്ല ഷീലയ്ക്ക്. പക്ഷേ അവർ പൊതുവായി മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു ഭയമുണ്ട് എന്നാണ്. താങ്കളും പല
വേദികളിലും രാഷ്ട്രീയ വേദികളിലും താങ്കളെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നികേഷ്, ഷീലാമ്മ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ പല രാഷ്ട്രീയ വേദികളിൽ പല രാഷ്ട്രീയ നേതാക്കളോടൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. അതിന് പല പാർട്ടിയിൽപ്പെട്ട നേതാക്കളും പെടും. ഞാൻ ഒരു പാർട്ടിയിലും അംഗമല്ല. നല്ലത് ആര് ചെയ്താലും ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ട് എന്റെ ഭാഗത്തു നിന്നും എല്ലാ കാലത്തും ഉണ്ടാവും. ഈ അടുത്ത കാലത്ത് തന്നെ MP പത്മനാഭൻ അനുസ്മരണ യോഗത്തിൽ CP ജോൺ അധ്യക്ഷനായിട്ടുള്ള യോഗത്തിൽ ഈ സർക്കാരിന്റെ ചെയ്തികളെ ഞാൻ നിശിതമായി വിമർശിച്ചു. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നാണ് ശ്രീ CP ജോൺ എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നിലപാടുകൾ അതെന്തായാലും അത് ആർക്കെതിരെയാണെങ്കിലും ആരെ അനുകൂലിച്ചാണെങ്കിലും അത് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായി നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗമായി കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ ചട്ടക്കൂടിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. പിന്നെ ഒരു യോഗത്തിൽ ഒരു സിനിമാ നടൻ ചെല്ലുമ്പോൾ ഒരു പരിഗണന ലഭിക്കുന്നുണ്ടെങ്കിൽ അത് സിനിമാ നടൻ എന്ന നിലയ്ക്കാണ്. രാഷ്ട്രീയക്കാരോടുള്ള സ്നേഹം വേറെ, സിനിമാ നടന്മാരോടുള്ള സ്നേഹം വേറെ. സിനിമാ നടൻ രാഷ്ട്രീയക്കാരെക്കാൾ മുകളിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വർഷങ്ങളോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് ജനമനസ്സിൽ സ്ഥാനമുണ്ടാവും. അതേ അവസരത്തിൽ കലാപ്രവർത്തനം നടത്തുന്ന ഒരു കലാകാരനോട് സ്നേഹമുണ്ടാവും, കലാകാരിയോട് സ്നേഹമുണ്ടാവും. അതിന്റെ അർത്ഥം രാഷ്ട്രീയ രംഗത്ത് തനിക്ക് ശോഭിക്കാൻ കഴിയും എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ അത് വ്യക്തികളല്ല തീരുമാനിക്കേണ്ടത്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്കിത് ആധികാരികമായി പറയാൻ കഴിയും. ഞാൻ ഒരു പാർട്ടിയിലും അംഗമല്ല. ഞാൻ നല്ലത് ചെയ്യുന്ന പാർട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാലത്തും. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സിനിമാക്കാർ ശോഭിക്കില്ല എന്ന ഒരു വീക്ഷണം കൂടി ശ്രീമതി ഷീലയ്ക്കുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ശോഭിക്കാൻ കഴിയുന്നില്ല എങ്കിൽ സിനിമ ഉപേക്ഷിച്ചിട്ട് 100% അല്ലെങ്കിൽ മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇവിടെ എത്ര നടന്മാർ തയ്യാറായിട്ടുണ്ട്? ഞാൻ ഉൾപ്പെടെ ആരും തയ്യാറായിട്ടില്ല. നമുക്ക് സിനിമയിൽ നിന്നും അല്ലെങ്കിൽ കലയിൽ നിന്നും കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ ത്യജിച്ചിട്ട് രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോഴാണ് ജനങ്ങൾ നമ്മൾ രാഷ്ട്രീയക്കാരായിട്ട് കാണുക. അതല്ലാതെ അതും ആകാം ഇതും വേണം ഹോബിയായിട്ട് രാഷ്ട്രീയം കൊണ്ട് നടന്നാൽ സിനിമാക്കാരെ രാഷ്ട്രീയക്കാരായി ജനം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മള് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരേണ്ട വ്യക്തിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കും, പാർട്ടി സ്വീകരിക്കും, പാർട്ടി തന്നെ അവർക്ക് വേണ്ട പരിഗണനയും നൽകും. അതല്ലാതെ ഒരു ഹോബിയായിട്ട് വന്നാൽ ആരെയും അക്സെപ്റ്റ് ചെയ്യില്ല, എന്നെയും അക്സെപ്റ്റ് ചെയ്യില്ല, ഷീലാമ്മയെ അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ MTR എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, രാഷ്ട്രീയ രംഗത്തുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, ഒരു സുപ്രഭാതത്തിൽ വന്ന് മുഖ്യമന്ത്രിയായ ആളല്ല. അദ്ദേഹം എത്രയോ വർഷം DMKക്ക് വേണ്ടി പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയാണ്. അതേപോലെ ജയലളിത പാർട്ടി പ്രചാരണ വിഭാഗം സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ വന്നിട്ടുള്ള നേതാക്കളാണ് അവിടെ അധികാരം കൈയാളിയത്. ഈ അഭിമുഖത്തിൽ അത് ഷീല വിശദീകരിക്കുന്നുമുണ്ട്. ഷൂട്ടിംഗ് കാലത്ത് തന്നെ ജയലളിത ഒരുപാട് ചരിത്ര പുസ്തകങ്ങൾ, കാർൾ മാർക്സ് അടക്കമുള്ളവരുടെ ചരിത്ര പുസ്തകങ്ങൾ പോലും വായിക്കുന്നുണ്ടായിരുന്നു, അവരുടെ ബയോഗ്രാഫി അടക്കമുള്ളവർ വായിക്കുന്നുണ്ടായിരുന്നു. ആ കാലഘട്ടം മുതൽ തന്നെ അവർ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടയായിരുന്നു എന്ന്. തുടരുക ദയവായി. സത്യനന്ദിക്കാട് സംവിധായകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സത്യനന്ദിക്കാട്, ഷീലയെ സിനിമയിലേക്ക് തിരികെ കൊണ്ടുവന്ന ആളാണ് താങ്കൾ. ഷീല പറയുന്നു, ഞാൻ കോൺഗ്രസിൽ ചേർന്നതാണ്, പ്രഖ്യാപനം നടത്തിയതാണ്, പക്ഷേ ഞാൻ രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം ആരും ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത പോലെ അഭിനയിച്ചു എന്ന്. വലിയ ദുഃഖമുണ്ട് അവർക്ക്. ആ നിലയിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം, പൊതുസേവനം നടത്തണം എന്നാഗ്രഹിച്ചിട്ടും കേരളം അവരെ ശ്രദ്ധിക്കാത്തതിൽ. അത് ഷീല ചേച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ ഷീല ചേച്ചിയുടെ ഒരു നിഷ്കളങ്കത കൊണ്ട് പറഞ്ഞ ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചേച്ചിക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അധികം അറിയാത്തതുകൊണ്ടാണ്. തമിഴ്നാട് പോലെയല്ല കേരളം. ആ ചേച്ചി പറയുന്നുണ്ട്, അത് സിനിമക്കാരോടുള്ള എതിർപ്പോ സിനിമക്കാരോടുള്ള പേടിയോ ഒന്നുമല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിന് കുറെ ഒരു ഹോംവർക്ക് വേണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ജയലളിതയൊക്കെ അതിനു മുമ്പ് തൊട്ട് ചരിത്ര പുസ്തകങ്ങൾ വായിച്ചും ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പഠിക്കും. ഇത് വേറൊരു മേഖലയാണ്. സിനിമയുടെ പ്രശസ്തി ചിലപ്പോൾ അതിന് ഗുണം ചെയ്യുമായിരിക്കാം, പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ആഴത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു സേവനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും അതിനുള്ള ഒരു തയ്യാറെടുപ്പും ആണ് നമുക്ക് വേണ്ടത്. ഒരു പെട്ടെന്ന് ഒരു ദിവസം കയറിയിട്ട് നാളെ മുതൽ ഇനി ജനങ്ങളെ സേവിക്കാമെന്ന് പറയുന്നത് ചിലപ്പോ കാര്യമായി. പക്ഷേ ഷീലയുടെ ഒരു ആഗ്രഹമായിരുന്നു. അവർ നേരത്തെ നമ്മൾ സംസാരിച്ച് അല്ലെങ്കിൽ ആ അഭിമുഖത്തിൽ മുഴുവൻ അവർ വിശദീകരിക്കുന്നത് 22 വർഷക്കാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്നു. ഒരു സിനിമയിൽ അഭിനയിച്ചില്ല എന്ന് മാത്രമല്ല, സിനിമാ വേദികളിൽ പോലും താരനിശകളിൽ പോലും അവരെ കാണാനില്ലായിരുന്നു. ആ ഇച്ഛാശക്തി അവർക്കുണ്ടായിരുന്നു.
ഒരു ഘട്ടത്തിൽ സിനിമയിൽ നിന്ന് ഔട്ടായി പോയ ആളല്ല ഷീല. പകരം സിനിമ വേണ്ട എന്ന് കരുതി മാറി നിന്നതാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് യോഗ പഠിക്കാൻ കഴിഞ്ഞു, കൃഷി ചെയ്യാൻ കഴിഞ്ഞു, മറ്റ് ബിസിനസ്സുകൾ നടത്താൻ കഴിഞ്ഞു, സാമൂഹ്യ സേവനം തന്നാലാവും വിധം നടത്താൻ കഴിഞ്ഞു. അവിടെയാണ് തനിക്ക് രാഷ്ട്രീയത്തിലും സാധ്യതയുണ്ട് എന്ന് ഷീലയ്ക്ക് തോന്നിയത്. ഒരു കാര്യം താൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അത് ചെയ്തെടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഷീലയാണ് കേരളത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ശ്രമിച്ചത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷീല ചേച്ചിയുടെ ഒരു നിഷ്കളങ്കത കൊണ്ടൊക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നത്തെ കേരള രാഷ്ട്രീയം നമുക്കത് നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകാം. രാഷ്ട്രീയം അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമുള്ള ഒരു ലൈസൻസായി മാറിയിരിക്കുന്ന കാര്യമാണിത്. നമുക്കത് പറയുമ്പോൾ ഒരു അരാഷ്ട്രീയവാദം എന്ന് പറഞ്ഞ് മാറ്റിയെടുത്താൻ പറ്റും. ഇപ്പൊ 20 വർഷത്തിലും മേലെയായി ഈ സന്ദേശം എന്നുള്ള സിനിമ ഞാനും ശ്രീനിവാസനും കൂടി ചെയ്തു. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയിട്ടില്ല. ഇന്നും നമ്മൾ ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയിലാണ്. അപ്പം അത്തരമൊരു സ്വാർത്ഥ താല്പര്യങ്ങളുടെ പിറകിൽ പോകുന്ന ഒരു മേഖലയായിട്ട് രാഷ്ട്രീയ രംഗം അധപ്പതിച്ച് തുടങ്ങിയെന്ന് പുറമെ നിന്ന് ഒരാൾ നോക്കിയാൽ വിചാരിച്ചാൽ അതിനെ കുറ്റം പറയാൻ നിവൃത്തിയില്ലാത്തൊരു കാര്യമാണ്. അതാണ് താങ്കളുടെ വീക്ഷണം. ദയവായി തുടരുമോ? ലാലി വിൻസെന്റ്, KPCC വൈസ് പ്രസിഡന്റ്, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ലാലി വിൻസെന്റ്, എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചേരുകയാണ് എന്ന് പ്രഖ്യാപിച്ച ഷീലയെ നിങ്ങൾ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരുന്നതുപോലെ അഭിനയിക്കുകയോ ഒക്കെ ചെയ്തത്? ഇവിടെ ഖുശ്ബു ഒരു ഉദാഹരണമായി നേരത്തെ തന്നെ ഞാൻ അഭിമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഖുശ്ബുവിനെ ദേശീയ വക്താക്കി. അത് പക്ഷേ തമിഴ്നാട്ടിൽ നിന്നാണ്. കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് സിനിമാക്കാരെ ഭയമാണ് എന്ന് ഷീല പറയാൻ എന്താണ് കാരണം? രാഷ്ട്രീയക്കാർക്ക് സിനിമാക്കാരെ ഭയമൊന്നുമില്ല. സിനിമാക്കാർക്ക് തക്കതായ ബഹുമാനം രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളും നൽകുന്നുണ്ട്. പക്ഷേ ശ്രീ സത്യനന്ദിക്കാട് പറഞ്ഞതുപോലെയും ശ്രീ ജഗദീഷ് പറഞ്ഞതുപോലെയും രാഷ്ട്രീയത്തിന് വളരെ കഷ്ടങ്ങളും കടമ്പകളും ഉണ്ട്. സിനിമ അഭിനയത്തിലെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ വൈവിധ്യ നടപടിയാണ്. ശ്രീമതി ലാലി വിൻസെന്റ് അവർ ആ കഷ്ടതകൾ അനുഭവിക്കാൻ തയ്യാറാണെന്ന് ഇപ്പോഴും പറയുന്നു. അത് എത്രത്തോളം നമുക്കറിയില്ല എങ്കിൽ തന്നെയും അവരുടെ വാദം ഞാൻ ആ കഷ്ടതകൾ അനുഭവിക്കാൻ തയ്യാറായിരുന്നു എന്നുള്ള. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുപോലെ അഭിനയിച്ചു. അല്ല, കഷ്ടതകൾ അനുഭവിക്കാൻ തയ്യാറുള്ള ആള് ഫീൽഡിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഞങ്ങളെ ആരെയും വീട്ടിൽ നിന്ന് നിങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞ് ആരും വിളിച്ചുകൊണ്ട് വന്നതല്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്നോട് ആളുകൾ സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു ഞാൻ വക്കീലാവുകയെന്നും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക എന്നും തീരുമാനമെടുക്കുകയായിരുന്നു. ആരും വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാതെ തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കുകയും നമ്മുടെ എതിർശക്തികളോട് നമ്മുടെ ന്യായത്തിനും നീതിക്കും വേണ്ടി യുദ്ധം ചെയ്യുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുകയും ചെയ്തപ്പോൾ ഗ്ലാമറോ ആരോഗ്യമോ അല്ല ശ്രദ്ധിച്ചത്, പകരം ജനങ്ങളുടെ നന്മയാണ് ശ്രദ്ധിച്ചത്. അതാണ് രാഷ്ട്രീയവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം.
ഷീല പറഞ്ഞത് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രേം നസീറാണ് ആദ്യം ആഗ്രഹിച്ചത്. പ്രൊഫസർ പഠിക്കുന്ന കാലം വന്നിട്ട് സുഹൃത്താണ്. പ്രേം നസീറാണ് ആദ്യം ആഗ്രഹിച്ചത്. പ്രേം നസീറിനെ കോൺഗ്രസ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. പ്രേം നസീറിനെ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിലും തന്നെ ഷീല പറഞ്ഞതിനേക്കാൾ വളരെയധികം ജനങ്ങൾ അന്ന് അംഗീകരിക്കുന്ന കാലഘട്ടമായിരുന്നു. അതുപോലും ചെയ്തില്ല. യഥാർത്ഥത്തിൽ പ്രേം നസീർ കോൺഗ്രസിലേക്ക് ഇഴുകിച്ചേർന്ന് നേരത്തെ ശ്രീ ജഗദീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഉപരിപ്ലവമായ രീതിയിലല്ലാതെ കോൺഗ്രസിലേക്ക് അദ്ദേഹത്തിന് പൂർണ്ണമായും സബ്മേർജ് ചെയ്യാൻ കഴിയാത്തതാണോ, അതോ കോൺഗ്രസ് പ്രേം നസീറിനെ അംഗീകരിക്കാത്തതാണോ? അത് പ്രേം നസീറിനെ അംഗീകരിക്കാത്തതാണെന്നാണ് അന്ന് കേരള കോൺഗ്രസ്സുകാരനായിരുന്ന MLA-യും MP-യും ഒക്കെ ആയിരുന്ന എന്റെ വിശ്വാസം. പ്രേം നസീറിനെ അംഗീകരിക്കാതിരുന്നാണ്. ഷീല പറഞ്ഞതിനകത്ത് ഒരു ചെറിയ കാര്യം. പ്രേം നസീർ അന്ന് വന്നിരുന്നുവെങ്കിൽ ഒരുപാട് ജനകീയനായിരുന്നു പ്രേം നസീർ. ആദ്യത്തെ കാലഘട്ടത്തിൽ ജനകീയനായ പ്രേം നസീറിന് കോൺഗ്രസിനോ മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു സ്വന്തം പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഉണ്ടാക്കിയത് ഒരിക്കലും പാടില്ല എന്ന് പറയുന്നത് തമിഴ്നാടല്ല. പക്ഷെ കോൺഗ്രസിൽ അദ്ദേഹം വന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. അത് കോൺഗ്രസിന് അന്ന് ഗുണം ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രേം നസീർ പ്രചാരണത്തിനുണ്ടായിരുന്നു കെ കരുണാകരനോടൊപ്പം. ആ പ്രേം നസീറിനെ ഉൾക്കൊണ്ടില്ല എന്നാണ് ഇപ്പോൾ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പറയുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ഒരു ആ സ്റ്റേറ്റ്മെൻറ്റിനെ ആകെ തന്നെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? കേരളത്തിൽ രാഷ്ട്രീയക്കാർ സിനിമാക്കാരെ രാഷ്ട്രീയത്തിൽ എത്താൻ സമ്മതിക്കില്ല. കാരണം അവരുടെ ജനപ്രീതി, സിനിമാക്കാരുടെ ജനപ്രീതി രാഷ്ട്രീയക്കാരുടേതിനേക്കാൾ ഉയർന്നതാണ് എന്നുള്ളത് കൊണ്ട്. അത് ഷീല പറഞ്ഞത് കുറച്ച് സത്യമുണ്ട്. പക്ഷെ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള രൂപം നികേഷേ, ഞങ്ങളുടെ ചാലക്കുടി MP ആയിട്ടുള്ള ശ്രീ ഇന്നസെന്റിന്റെയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വൻ തോക്കായ PC ചാക്കോ ഇവിടെ മത്സരിച്ചു. അദ്ദേഹത്തിനെതിരെ ശ്രീ ഇന്നസെന്റ് മൺകുടം അടയാളത്തിൽ മത്സരിച്ചു. സത്യത്തിൽ ഏതെങ്കിലും മൺകുടത്തിന് വോട്ട് ചെയ്യായിരുന്നു ഇതിനേക്കാൾ ഭേദം എന്ന് നാട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലായി. കാരണം ഇവിടെ നിന്ന് ഒരു മെമ്പറെ തെരഞ്ഞെടുത്ത് ജയിപ്പിച്ച് വിട്ടിട്ട് അദ്ദേഹത്തിന് പാർലമെന്റിൽ പോയി സംസാരിക്കാൻ ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദിയും അറിയില്ല. അദ്ദേഹം പാർലമെന്റിൽ എന്താണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർക്കും അറിയില്ല. അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കാമെന്ന് കേൾക്കുന്നു. അദ്ദേഹത്തിന്റെ അസുഖം വേഗം മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതുപോലൊരാൾ അവിടെ മെമ്പറായിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ രാഷ്ട്രീയക്കാരെ അവരുടെ പരിമിതി മനസ്സിലാക്കണം. ഗണേഷ് കുമാറിന് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിൻബലം ഉണ്ടായിരുന്നത് മാത്രമല്ല, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കഴിവും പ്രതിഭയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു തരക്കേടില്ലാത്ത നിയമസഭാംഗവും നമ്മുടെ UDF-ന്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ച നിലവാരമുള്ളൊരു മന്ത്രിയുമായിരുന്നു. അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. മാത്രമല്ല UDF മന്ത്രിസഭയിൽ അഴിമതിയില്ലാത്ത അപൂർവത്തിൽ അത്യപൂർവം അംഗവുമായിരുന്നു അദ്ദേഹം. അത് അഴിമതിയില്ലാത്തതുകൊണ്ടാണ് അധികം നാൾ പിടിച്ചേക്കാൻ പറ്റാതെ പോയെന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള വസ്തുതകളുണ്ട്. സിനിമാക്കാർക്ക് രാഷ്ട്രീയത്തിൽ മോഹം ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ അത് ജനങ്ങളെ ദ്രോഹിക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് എടുക്കരുത്. ശ്രീ പ്രേം നസീറിന്റെ കാര്യം ഇവിടെ ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞ വളരെ ശരിയാണ്. എനിക്ക് ഓർമ്മയുണ്ട് 1987 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എന്റെ വീടിരിക്കുന്ന മണ്ഡലമായ വടക്കേക്കരയിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ചെങ്ങമനാട് വന്ന് അദ്ദേഹം പ്രസംഗിച്ചാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഒരു 2000 ആൾ കൂടി. പക്ഷെ പ്രസംഗം കേട്ടവരാരും കോൺഗ്രസിന് വോട്ട് ചെയ്തില്ല. അന്ന് ശ്രീ ശർമ്മയാണ് ജയിച്ചത്. വടക്കേക്കര മണ്ഡലത്തിൽ ഷാനവാസാണ് തോറ്റത്. പ്രേം നസീർ നല്ല മനുഷ്യരായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആൾ കൂടി. പക്ഷെ കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തിൽ അവിടെ തന്നെ എന്തുമാത്രം ആളുകൾ നേതാക്കന്മാരാവാനുണ്ട്. ഇപ്പൊ തന്നെ നോക്കിയേ, DCC പുനഃസംഘടിപ്പിച്ചപ്പോൾ എത്ര സെക്രട്ടറിമാർ ജനറൽ സെക്രട്ടറിമാരാണ്. KPCCക്ക് എത്ര ജനറൽ സെക്രട്ടറിമാർ. അതിലൊരു ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രേം നസീർ ഇരിക്കാന്ന് വെച്ചാൽ എന്തൊരു അപമാനമാണെന്ന് ആലോചിച്ചു. പ്രേം നസീറിനൊക്കെ മലയാളിയുടെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. അത് ഷീലക്കും ഉണ്ട്. അത് വലിയ നടി, വലിയ അഭിനേതാവ്, വലിയ താരം എന്ന രീതിയിലാണ് അവർ ആ സ്ഥാനത്ത് തുടരുന്നതാണ് അവർക്ക് നല്ലത്, രാഷ്ട്രീയക്കാർക്ക് നല്ലത്, നമുക്ക് നല്ലത്. ബി ഉണ്ണികൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഓരോ മേഖലയിലെയും പ്രതിഭ നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും നല്ല പ്രതിഭാശാലികൾ രാഷ്ട്രീയത്തിലാണെന്ന് കാണാമോ? അതുകൊണ്ടാണോ സിനിമാക്കാർ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഈ രാഷ്ട്രീയത്തിലെ പ്രതിഭാശാലികൾ കിടപിടിച്ച് നിൽക്കാൻ കഴിയാത്ത സിനിമാക്കാർ പുറത്തേക്ക് തെറിച്ച് വീണു പോകുന്നത്? ഉദാഹരണത്തിന് പ്രേം നസീർ ഷീലയും കോൺഗ്രസിൽ ചേരാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഷീലയെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാത്ത പോലെ അഭിനയിക്കുന്നു. ഷീലക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റിയിട്ടില്ല. പ്രേം നസീറിന് കയറി സൈഡിൽ നിൽക്കാൻ കഴിഞ്ഞു, ഷീലക്ക് അതുപോലും പറ്റിയില്ല. ഇത് രണ്ട് മേഖലയല്ലേ നികേഷ്? ഇത് സിനിമയിൽ പ്രവർത്തിക്കുന്നവർ അടിസ്ഥാനപരമായിട്ട് കലാകാരന്മാരാണ്. ഷീല ചേച്ചി വളരെ, നമുക്കറിയാം, നമ്മുടെ ചരിത്രം കണ്ട സിനിമാ ചരിത്രം കണ്ട ഏറ്റവും നല്ല നടികളിൽ ഒരാളാണ്. അപൂർവമായ പ്രതിഭയുടെ ഉടമയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ നിത്യഹരിത നായകനായ ശ്രീ പ്രേം നസീർ, അദ്ദേഹം കാലത്തെ ജയിക്കുന്ന കലാകാരനാണ്.
അങ്ങനെ കലാകാരൻ എന്ന നിലയിലോ കലാകാരി എന്ന നിലയിലോ പ്രതിഭയുള്ളതുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ കുറച്ചും സങ്കീർണമായിട്ടുള്ള 100% പ്രതിബദ്ധത ആവശ്യപ്പെടുന്ന രാഷ്ട്രീയം പോലൊരു മേഖലയിൽ ബൈ ഡിഫോൾട്ട് അവരെ നമ്മൾ സ്വാഗതം ചെയ്യണമെന്നോ അവർക്ക് തനിയായ ഒരു വളരെ സവിശേഷമായ ഒരു ഇടം നൽകണമെന്നോ പറയുന്നതിന് യാതൊരു അർത്ഥവും. ഇപ്പോൾ ഷീല ചേച്ചിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു നഷ്ടബോധത്തെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് നമ്മളൊരു ചർച്ചയ്ക്കിറങ്ങി പുറപ്പെടുന്നതിൽ എത്രത്തോളം സാങ്കത്യമുണ്ടെന്നും എനിക്കറിയില്ല. ഷീല ചേച്ചിയുടെ ഉദ്ദേശം കോൺഗ്രസ് ഇറങ്ങി കോൺഗ്രസിൽ ചേർന്ന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെന്നായിരുന്നുവെങ്കിൽ കുറെ കൂടി ഇച്ഛാശക്തി അവർ കാണിക്കണമായിരുന്നു. ഒരിക്കലും സിനിമയിലെ നമ്മളൊരു കോൾ ഷീറ്റ് കൊടുത്തിട്ട് വീട്ടിലിരിക്കുമ്പോൾ അവിടുന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്ന് നമ്മളെ വളരെ ഭക്തിയാദരപൂർവ്വം വിളിച്ചുകൊണ്ട് ലൊക്കേഷനിൽ പോയി അഭിനയിപ്പിക്കുന്നത് പോലെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമല്ലെന്ന് എനിക്കും താങ്കൾക്കും അറിയാം. വളരെ വളരെ നല്ലൊരു റീഡിംഗ് ആണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. അത് ശ്രീ ജഗദീഷ്, താങ്കൾ അതിനോട് യോജിക്കുമോ? അതായത് ഞാൻ രാഷ്ട്രീയത്തിൽ ചേരുകയാണെന്ന് പ്രഖ്യാപിച്ചു, എന്നിട്ട് വീട്ടിലിരിക്കുകയാണ്, രാഷ്ട്രീയക്കാർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. അത് സിനിമയിൽ നടക്കും, രാഷ്ട്രീയത്തിൽ നടക്കില്ല. രാഷ്ട്രീയത്തിൽ അത് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഈ ആഗ്രഹങ്ങൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാർട്ടിക്കാർക്ക് നമ്മളോടുള്ള ഒരു വിശ്വാസ്യതയും ബഹുമാനവും ഒക്കെ കുറയും. ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കാർക്കും നമ്മൾ അവരുടെ സ്വീകാര്യത വളരെ വലുതായിരിക്കും. അങ്ങനെയുണ്ട്. അതായത് ഞാൻ പറയാം, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥാനം മോഹിച്ചാണ് ഒരു പാർട്ടിയുടെ കൂടെ ആ വേദികളിൽ പ്രസംഗിക്കുന്നെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളോടുള്ള ഒരു താല്പര്യം കുറയും. യാതൊരു സംശയമില്ല. എന്തോ വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നിരവധി വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അവരുടെ നല്ല നിലപാടുകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണ് എന്ന ഒരു ബോധ്യം രാഷ്ട്രീയ പാർട്ടികൾക്കോ അതിന്റെ നേതൃത്വത്തിനോ തോന്നിക്കഴിഞ്ഞാൽ എന്നോടുള്ള ബഹുമാനം കുറയും. അത് ഞാൻ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പ്രവർത്തിക്കാൻ ആരാണ് അവസരം നിഷേധിക്കുന്നത്? അതിനപ്പുറം എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് ആർട്ടിസ്റ്റുകൾ വ്യക്തമാക്കണം. ഇന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ വരുന്നത്. ഒരു സീറ്റോ അല്ലെങ്കിൽ നേതൃസ്ഥാനമോ പാർട്ടിയിൽ തന്നെ നേതൃസ്ഥാനം ആഗ്രഹിച്ചായിരിക്കാം ചിലപ്പോൾ വരുന്നത്. അവിടെയാണ് ഒരു മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ഒരു തോന്നൽ ആക്ടർക്കോ വരിക. അപ്പൊ ആ രീതിയിൽ വ്യക്തമാണ്. അതൊരു നല്ലൊരു ചർച്ചാ വിഷയം തന്നെയാണ്. ശ്രീ എൻ പി ചേക്കുട്ടി, ഇപ്പോൾ ശ്രീ ജഗദീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പം ജഗദീഷ് ഏതെങ്കിലും ഒരു വേദിയിൽ ചെന്നാൽ ഉടനെ പറഞ്ഞു കേൾക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഉദ്ദേശം, അല്ലെങ്കിൽ മറ്റു മേഖലയിലുള്ളവർ ഏതെങ്കിലും നിലയിൽ ഒരു ചായ്വുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ പറയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ രാഷ്ട്രീയക്കാർക്ക് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. സിനിമാക്കാർ ഇവർ വരുന്നത് എന്തോ ഒരു സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണോ ഈ അകറ്റി നിർത്തൽ? എനിക്ക് തോന്നുന്നില്ല. കാരണം പബ്ലിക് ലൈഫ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പൊതുസമൂഹത്തെ സേവിക്കുന്ന നമ്മുടെ പൊളിറ്റിക്കൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ഇടപെടലാണ്. അതിലെല്ലാ ആളുകളും വേണം. രാഷ്ട്രീയക്കാർ വേണം, പൊതുപ്രവർത്തകർ വേണം, നിയമജ്ഞർ വേണം, ആർട്ടിസ്റ്റുകൾ വേണം, കലാകാരന്മാർ വേണം, മാധ്യമപ്രവർത്തകർ വേണം. അവരൊക്കെ പൊതുസമൂഹത്തിന്റെ ഭാഗമാണ്. അവർ പൊതുസമൂഹത്തിൽ ഇടപെടണം. അങ്ങനെയാണ് ഒരു സമൂഹം ശക്തി നേടുന്നത്, അതിന് ആഴം ഉണ്ടാവുന്നത്, എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. പക്ഷെ അധികാര രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അധികാര രാഷ്ട്രീയത്തിൽ വരുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഡിവിസീവ്നെസ് ഉണ്ട്. അത്തരം കാര്യങ്ങളിൽ പലപ്പോഴും കലാകാരന്മാരായിട്ടുള്ള ആളുകൾ, ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആളുകൾ, എഴുത്തുകാരായിട്ടുള്ള ആളുകൾ, മാധ്യമപ്രവർത്തകർ, ഇതൊക്കെ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുന്നത് ഒരു നിലയ്ക്ക് അവർക്കും ഗുണം ചെയ്യില്ല, സമൂഹത്തിനും ഗുണം ചെയ്യില്ല. കാരണം അവരുടെ കഴിവുകൾ സമൂഹത്തിനെ നയിക്കാൻ വേണ്ടി ഒരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ഇന്റലക്ച്വൽ ക്ലാസ്, കൾച്ചറൽ ക്ലാസ്, ആർട്ടിസ്റ്റ് ക്ലാസ് ഇടപെടുന്നത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആപത്തായിട്ട് തീരാനാണ് പലപ്പോഴും സാധ്യതയും. വളരെ അപൂർവം പേര് വിജയിക്കും, പക്ഷെ മഹാഭൂരിപക്ഷം പേരും പരാജയപ്പെടും. അതിന്റെ ഹാർഡ് ബേൺസ് അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കിയാണ് നല്ലത്. ശ്രീ സത്യനന്ദിക്കാട്, നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചല്ലോ, ഇന്നസെന്റ് രാഷ്ട്രീയത്തിലേക്ക് വന്നു, അദ്ദേഹത്തിന് ഒരു കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റിവെക്കുന്നു, പരാജയമായി പോയി എന്ന്. ആ നിലയിൽ കാണുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ വരുന്നതിന് ആ സമയത്തൊന്നും ഉപയോഗിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ. അത് കഴിഞ്ഞതിന് ശേഷം അവരെ കൊണ്ട് പ്രയോജനമില്ല എന്ന നിലയിൽ ഉപേക്ഷിക്കുന്നത്. അത് ഞാൻ നേരത്തെ ജയശങ്കർ പറഞ്ഞപ്പോൾ തന്നെ ആലോചിച്ച കാര്യം. ഇന്നസെന്റിനെ പറ്റി ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് ജയശങ്കർ അത് പറഞ്ഞത്. എനിക്ക് ജയശങ്കറിനോട് വലിയ ബഹുമാനമുള്ളതാണ്. വളരെ ഹ്യൂമറസ് ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ആളാണ്. ഇന്നസെന്റിന് ഒരു 5 വർഷത്തേക്ക് തെരഞ്ഞെടുത്തിട്ട്
ഈ 1.5 കൊല്ലം കൊണ്ട് ഇന്നസെന്റിനെ ഇതുവരെ ജഡ്ജ് ചെയ്യാറായിട്ടില്ല. കാര്യം നമ്മൾ പരിഗണിക്കാറ്. കാര്യം അദ്ദേഹം ഈ കഴിഞ്ഞ 5 മാസമായിട്ട് 2ാം തവണയും ക്യാൻസർ വന്നിട്ട് അതിന് ചികിത്സയിലായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല എന്നുള്ളത് ഒരു അപാകരായിട്ട് കണക്കാക്കാൻ പാടില്ല. കാര്യം ഇന്നസെന്റിന് അതിമനോഹരമായിട്ട് ഹിന്ദി സിനിമകളിൽ ഓംപുരിയുടെ കൂടെയൊക്കെ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ്, ഇംഗ്ലീഷിൽ പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് മലയാളത്തിൽ സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ മലയാളത്തിൽ സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ മലയാളത്തിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ കേൾക്കണം എന്നുള്ളതുകൊണ്ടല്ല എനിക്ക് ഹിന്ദി പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ റഷ്യയിലോ അല്ലെങ്കിൽ എന്താണ് ചൈനയിലോ ചെന്നിട്ട് നരേന്ദ്രമോദി ഹിന്ദിയിൽ സംസാരിക്കുന്ന അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അല്ല. അത് നമ്മുടെ ഒരു ഭാഷയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ കിടക്കുള്ളൂ. മറ്റൊന്ന്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഇന്നസെന്റ് പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ കയറി വന്നതല്ല, അല്ലെങ്കിൽ ഈ അധികാര രാഷ്ട്രീയത്തിൽ കാര്യം വന്നായിരിക്കാം. പക്ഷെ അദ്ദേഹം കൗൺസിലറായിരുന്നു, അദ്ദേഹം അമ്മ എന്ന സംഘടനയെ വളരെ വിദഗ്ധമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, വളരെ ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ഈ മണ്ഡലത്തില് ഇന്നസെന്റ് കൊണ്ടുവന്ന ചില നല്ല കാര്യങ്ങൾ അത് മുഴുവൻ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, അത് ഞാൻ ജയശങ്കറോട് പിന്നീട് എപ്പോഴും പറഞ്ഞതാണ്. അതിനെപ്പറ്റി ജയശങ്കർ അറിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം. അപ്പോൾ ഒരു നടൻ, ഒരു ഹ്യൂമറസ് ആയിട്ട് അഭിനയിച്ച ഒരു നടൻ പെട്ടെന്ന് പി.ടി. ചക്കപ്പോലുള്ള ഒരാളെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വരികയും പാർലമെന്റിൽ മലയാളത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു അപാകതയായിട്ട് കാണരുത്. ഇന്നസെന്റിനെ വിലയിരുത്താൻ ഇനിയും സമയം വേണം. ശരി, എൻ.എം. പിയേഴ്സൺ, രാഷ്ട്രീയത്തിലെ എല്ലാ മേഖലകളിൽ നിന്നുള്ളവരും വേണ്ടേ? തിയേറ്ററിൽ നിന്ന് ആളുകൾ വേണം, സിനിമയിൽ നിന്ന് ആളുകൾ വേണം, ബിസിനസ്സിൽ നിന്ന് ആളുകൾ വേണം. അങ്ങനെ ദേശീയ തലത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നിന്ന്, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നിന്ന്, ടെക്നോക്രാറ്റുകളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാൻ പാർട്ടികൾ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ഇത് ഞങ്ങളുടെ മാത്രം ഏരിയയാണ്, നിങ്ങൾ ദയവായി ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് എന്തുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ബോർഡ് വെച്ചിരിക്കുന്നത് വേലിക്കൽ? അല്ല, അതിൻ്റെ എനിക്ക് തോന്നുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ തകരാറായിട്ടാണ് അതിനെ നമുക്ക് വിലയിരുത്തേണ്ടത്. കാരണം ആത്യന്തികമായിട്ട് ഒരു മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് അവൻ രാഷ്ട്രീയമായിട്ടാണ് സമൂഹത്തിൽ ജീവിക്കുന്നത്. കലാകാരൻ്റെയും സിനിമാക്കാരൻ്റെയും ജീവിതം രാഷ്ട്രീയത്തിന് അതീതമല്ല. അവർക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാകണം. കക്ഷി രാഷ്ട്രീയമാണ് ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് മാറ്റിവെക്കാവുന്നത്. നമുക്ക് ഷബാന ആസ്മിയെ പോലെയുള്ള ഇന്ത്യയിലെ വളരെ പ്രഗത്ഭയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തക, ഒരു വലിയ കലാകാരിയാണ്, ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുണ്ട്. അത്തരത്തിൽ കാമ്പുള്ള രാഷ്ട്രീയ ജീവിയായി മാറേണ്ടത് മനുഷ്യൻ്റെ ഒരു ആവശ്യമാണ്. കലാകാരന്മാർ എന്തുകൊണ്ടോ അങ്ങനെ അല്ലാതായി പോകുന്നത് സമൂഹത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും സമൂഹമാണ് ഇവരൊക്കെ ഇത്തരത്തിൽ മാറ്റി തീർക്കുന്നത്. ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സത്യനാന്തികാടിനെ പോലെയുള്ളതായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അതിന് ആവശ്യമായിട്ടുള്ള ദിശാബോധം സിനിമയിലൂടെ കാണിച്ചു കൊടുത്താൽ കേരളത്തിലെ സമൂഹത്തിന് അത് തിരിച്ചറിയാൻ കഴിയും എന്നാണ്. കൃഷ്ണൻ, ഇപ്പോൾ എൻ.എം. പിയേഴ്സൺ ചൂണ്ടിക്കാണിച്ചതുപോലെ സിനിമ എന്ന മേഖല ഒരു പൊതുപ്രവർത്തനമായി കണക്കാക്കേണ്ടതാണ്. അവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് എൻ.എം. പിയേഴ്സനെ പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകർ കൂടുതൽ അഭികാമ്യമായി കാണുന്നത്. അല്ല, ശ്രീ പ്രിയേസൻ പറഞ്ഞതിനെ ഞാൻ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ സമീപിക്കാനാണ് എനിക്കിഷ്ടം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ സാമൂഹിക ജീവി എന്നുള്ള നമ്മുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളിലും രാഷ്ട്രീയമുണ്ട് നികേഷ്. അത് കക്ഷി രാഷ്ട്രീയമല്ല. രാഷ്ട്രീയമെന്ന ഒരു വളരെ വിശാലമായ പരികല്പനയുടെ സൂക്ഷ്മാംശങ്ങളെ കുറിച്ചിട്ടാണ് പിയേഴ്സൺ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് എല്ലാ കലാകാരനും തന്റെ രചനകളിലൂടെ ബോധപൂർവവും അബോധപൂർവവുമായിട്ട് അത്തരം രാഷ്ട്രീയ സന്ദേശങ്ങൾ നിരന്തരം ഈ സമൂഹത്തിലേക്ക് പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, കേരളത്തിൽ അതല്ല എന്ന് മാത്രമല്ല, തീർത്തും അരാഷ്ട്രീയവാദം പ്രചരിപ്പിക്കുകയാണ് ഭൂരിപക്ഷം സിനിമാക്കാരും എന്ന് വാദിച്ചാൽ? അല്ല, ഞാൻ പറഞ്ഞത് ഈ ബോധപൂർവം ഞാനൊരു അരാഷ്ട്രീയ നിലപാടെടുക്കുന്നു എന്നുള്ളതല്ല അതിന്റെ വിഷയം. നമ്മളെ ഒരു സൈദ്ധാന്തികമായി പറയുകയാണെങ്കിൽ എല്ലാ സിനിമയും എല്ലാ എഴുത്തും അതിന് ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. എത്ര അരാഷ്ട്രീയമെന്ന് പറഞ്ഞാലും അതിനൊരു സൂക്ഷ്മമായ രാഷ്ട്രീയമുണ്ട്. ഒരുപക്ഷെ ലിംഗരാഷ്ട്രീയത്തിൽ അതൊരു നിലപാടെടുക്കുന്നുണ്ടായിരിക്കാം, വളരെ മെയിൽ ഷോവിനിസ്റ്റിക് ആയിട്ടുള്ള മെയിൽ സെന്റേഡ് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നുണ്ടായിരിക്കാം, വളരെ സവർണ ഹൈന്ദവതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടെടുക്കുന്നുണ്ടായിരിക്കാം. ഇത് ബോധപൂർവം ഒരു കലാകാരൻ ചെയ്യുന്നതല്ല.
മറിച്ച് ഒരു കലാസൃഷ്ടി, ഒരു പ്രത്യയ ശാസ്ത്ര നിർമ്മിതി എന്ന നിലയിൽ നിരന്തരം രാഷ്ട്രീയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് വളരെ വിശാലമായ സൈദ്ധാന്തികമായ തലം. പക്ഷെ എന്ന് വെച്ച് എല്ലാ കലാകാരനും എല്ലാ സിനിമാ പ്രവർത്തകനും സമൂഹത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരികയും അതിൽ ഭാഗമാക്കാകുകയും ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവർ ഈ തന്റെ കർമ്മത്തെ സമീപിക്കുകയാണെങ്കിൽ അതിന് വലിയ ഗൃഹപാഠം ചെയ്യണം. അവർ വളരെയധികം കേരളത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്, വികസന സങ്കല്പങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്, സാമുദായികമായ ഇക്വേഷൻസിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു പഠനവും അത്തരത്തിലുള്ള ഒരു പ്രതിബദ്ധതയും എത്ര പേർക്കുണ്ട് എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ശ്രീ സത്യനന്ദിക്കാട്, താങ്കൾ അക്കാര്യത്തിൽ ഒന്ന് പ്രതികരിക്കുമോ? ഇപ്പോൾ പാട്യം എന്ന നാട്ടുകാരനായ ശ്രീനിവാസൻ എഴുതിയ സന്ദേശം തന്നെ അതിൻ്റെ പുനർവായനയിൽ അരാഷ്ട്രീയവാദമാണ് പ്രചരിപ്പിച്ചത് എന്ന് അത് വ്യാഖ്യാനിക്കപ്പെട്ടാണ്. കാരണം അത് നല്ല രാഷ്ട്രീയത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയാണ് സന്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണ്. കാരണം രാഷ്ട്രീയത്തിലെ അഴുക്കുകൾ അല്ലെങ്കിൽ തെറ്റായ ധാരണകളെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് സന്ദേശം ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് മറ്റൊന്ന്, ഇപ്പോ ഷീല ചേച്ചിയുടെ ഒരു പ്രസ്താവന നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നു, അതൊരു വിഷയമാക്കി മാറ്റിയിരിക്കുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പുറത്ത് വേറൊരു സത്യമുണ്ട്. കേരളത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിലും ഇല്ലാതെ അധികാരത്തിലില്ലാത്ത നല്ല രീതിയിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരുപാട് ആളുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പൊ അതിന് രാഷ്ട്രീയം വേണമെന്നൊന്നുമില്ല. ആളുകളെ നല്ല രീതിയിൽ സേവിക്കാനും ആളുകൾക്ക് നല്ല ചെയ്യാനും നമുക്കൊരു രാഷ്ട്രീയ കക്ഷിയുടെ പിൻബലമില്ലാതെയും ഒരു പരിധി വരെ ചെയ്യാം. മാർപ്പാപ്പ പറഞ്ഞത് ഇന്ന് ഞാൻ ഏതോ ഒരു വെബ്സൈറ്റിൽ വായിച്ചു, ഒരു നല്ല മനുഷ്യൻ ദൈവവിശ്വാസി ആകണമെന്നില്ല എന്ന് പറയുന്നത് പോലെ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നയാൾക്ക് പ്രത്യേക രാഷ്ട്രീയം വേണമെന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിൽ, രാഷ്ട്രീയം വേണ്ടെന്ന് പറയണ്ട, രാഷ്ട്രീയ കക്ഷിയിൽ പ്രവർത്തിക്കണമെന്നില്ല. അതാണ് സത്യം. കാരണം രാഷ്ട്രീയ കക്ഷി അതിൽ ഒരു അധികാരത്തിന്റെ ഒരു മധുരം നമ്മൾക്ക് കാണുന്നു. അതല്ലാതെ തന്നെ സാമൂഹ്യ സേവനം ചെയ്യുന്ന എത്രയോ പേരുണ്ട്. പാവങ്ങളെ സംരക്ഷിക്കുന്നവര്, ഓട്ടിസം വന്ന കുട്ടികള്. എന്റെ അന്തിക്കാടുണ്ട് സാന്ത്വനം എന്ന് പറഞ്ഞൊരു ഒരു സംഘടനയാണ്. അതിലൊരു ഷാജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു 80ഓളം ഓട്ടിസം ബാധിച്ച കുട്ടികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സ്കൂൾ നടത്തുന്നു. അവിടെ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതാകുമ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരും. ആ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ബസ്സിന് ഡീസൽ അടിക്കാൻ കാശില്ലാതാകുമ്പോൾ അടുത്ത് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പോയി. അയാൾ ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിൽ കയറി നാളെ ഒരു MLA ആവണമെന്ന് മന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എത്ര പേര് ഇപ്പൊ വളാഞ്ചേരിയിൽ എനിക്ക് പരിചയമുള്ള പ്രബേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ 300 കുടുംബങ്ങൾ, ആ പഞ്ചായത്തിലെ 300 കുടുംബങ്ങളിലേക്ക് എല്ലാ മാസവും 1-ാം തീയതി അവർക്ക് സ്ഥിരമായി കഴിക്കേണ്ട മരുന്നുകൾ സൗജന്യമായി കൊടുക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടല്ല, ഡോക്ടേഴ്സിന്റെ ഇങ്ങനെ സാമ്പിൾ കിട്ടുന്ന മരുന്നുകൾ അങ്ങനെ എല്ലാം സംഘടിപ്പിച്ച് അതൊരു കർമ്മമായി മാറ്റുകയാണ്. നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ? തീർച്ചയായും. ശ്രീ ജഗദീഷ്, ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ ഇപ്പോൾ ശ്രീനിവാസൻ ഇപ്പോൾ കൃഷിയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ശ്രീനിവാസൻ കൃഷി ചെയ്യുകയാണ്, സിനിമയൊക്കെ വിട്ടു എന്ന് പറയുമ്പോൾ ഉടനെ പ്രചരണം വന്നിരിക്കുന്നു, ശ്രീനിവാസൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ നിന്ന് മത്സരിക്കുമെന്ന്, അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും എന്ന്. അപ്പോൾ ആ നിലയിൽ നിങ്ങളൊന്ന് അല്പം വിശ്രമിക്കാൻ തീരുമാനിച്ചാൽ രാഷ്ട്രീയക്കാരെ നിങ്ങൾ മറ്റെന്തോ ഉദ്ദേശം കൊണ്ടാണ് വീട്ടിലിരിക്കുന്നത്, മറ്റെന്തോ ഉദ്ദേശം കൊണ്ടാണ് കൃഷി ചെയ്യുന്നത്, മറ്റെന്തോ ഉദ്ദേശം കൊണ്ടാണ് വിശ്രമിക്കാൻ തീരുമാനിച്ചത് എന്ന് ഭയന്ന് നിങ്ങളെ അകറ്റുന്നുണ്ടോ? ഇല്ല, അത് ശരിയല്ല. ഇപ്പോ സിനിമാക്കാർക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാൻ ഉള്ള അവകാശമുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഇവിടെ സത്യനന്ദിക്കാട് ഈ സന്ദേശം എന്ന ചിത്രത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ തന്നെ 2 ചിന്താധാരകളുണ്ട്. ഒന്ന്, കലാകാരൻ ഈ സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങളെ, ഈ അഴുക്കുകള്, കൊള്ളരുതായ്മകൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതി എന്നൊരു ധാരയുണ്ട്. അതേ അവസരത്തിൽ കലാകാരൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ മാത്രം പോരാ, ഇതിനു വേണ്ട പരിഹാരം, സൊല്യൂഷൻ, റിഫോം ഇവിടെ നിർദ്ദേശിക്കേണ്ട ഉത്തരവാദിത്വം കലാകാരനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ധാരയുമുണ്ട്. അപ്പൊ അതിന് ഏതാണ് ഇപ്പോൾ സന്ദേശത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ തെറ്റാണെന്ന്, അതിനെന്താണ് പോംവഴി എന്ന് നിർദ്ദേശിക്കാനുള്ള കഴിവ് കൂടി ഒരു കലാകാരൻ ഉണ്ടാകുമ്പോൾ അയാൾക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാൻ കൂടുതൽ എളുപ്പമാണ്. ഇവിടെ നമുക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ എളുപ്പമാണ്, ഇത് ശരിയല്ല എന്ന് പറയാൻ എളുപ്പമാണ്. എന്താണ് ശരി, അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാക്കേണ്ടത് എന്ന് ഒരു സാഹിത്യകാരനും ഒരു കലാകാരനും പറയുമ്പോൾ അയാൾക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ കൂടുതൽ എളുപ്പമാണ്, അയാൾക്ക് ജനസമ്മതി നേടാൻ എളുപ്പമാണ്. കൃഷിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ ശ്രീനിവാസൻ പ്രാവർത്തികമായി കാണിച്ചിരിക്കുന്നത് ഈ ജൈവ കൃഷിയുടെ സാധ്യതകളാണ്.
അത് ഒരു തരത്തിൽ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചല്ല ശ്രീനിവാസൻ തെളിയിച്ചിരിക്കുന്നത്. ജൈവ കൃഷി ഇങ്ങനെയൊക്കെ നടത്താം, ഇതിലൂടെ നമുക്ക് മെച്ചപ്പെട്ട നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ തനിക്ക് വ്യക്തിപരമായി എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് സമൂഹത്തിൽ തെളിയിച്ചു കൊടുത്തതിലൂടെ രാഷ്ട്രീയത്തിലുള്ള വിശ്വാസമാണ് അരക്കിട്ടുറപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിയിലുള്ള വിശ്വാസമല്ലായിരിക്കാം. അതേപോലെ അരാഷ്ട്രീയവാദത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയം എല്ലാ കലാകാരന്മാർക്കും ഉണ്ടാകണം. അതിൽ തങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ യോജിച്ചു പോകുന്നത് ഏത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമ്പോഴാണ് എന്ന സത്യം മനസ്സിലാക്കി അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ള അവസരം കലാകാരന്മാർക്ക് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. ശ്രീമതി ലാലി വിൻസെന്റ്, നസീറിനെയും ഷീലയെയും നമുക്ക് വേർതിരിച്ച് കാണാനാകില്ല. നസീറിനൊപ്പം ടാഗ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഷീലയെ. നസീറിൻ്റെ രാഷ്ട്രീയ പ്രവേശം, അതിലെ പരാജയം, സോക്കോൾഡ് പരാജയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഷീലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്ക് അവർ വരണം എന്നാഗ്രഹിച്ചിരുന്നു. ഞാൻ ചോദിച്ചു, ജയലളിതയുമായി ചേർന്ന് ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ജയലളിത അടുത്ത കൂട്ടുകാരിയായിരുന്നു. ജയലളിതയും ഷീലയും ഒന്നിച്ചാണ് വീട് വെച്ചത്. ജയലളിത ആദ്യം നല്ലൊരു ലൈബ്രറി ഉണ്ടാക്കാനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിൽ ഞാൻ നല്ലൊരു ഡ്രോയിങ് റൂം ഉണ്ടാക്കാനാണ് ശ്രദ്ധിച്ചത് എന്നൊക്കെ പറഞ്ഞ് ജയലളിതയുമായി അടുപ്പം വിശദമാക്കുമ്പോൾ എന്തുകൊണ്ട് അണ്ണാ DMKയിൽ ചേർന്നില്ല? കഴിഞ്ഞ ഇപ്പം ഷീലയ്ക്ക് ഒരു 70 വയസ്സായിട്ടുണ്ടാവും. ഏതാണ്ട് 60 വർഷത്തോളം ചെന്നൈയിലാണ് അവർ കഴിഞ്ഞത്. അവിടെയാണ് അവരുടെ എല്ലാ ബിസിനസ്സുകളും. എന്തുകൊണ്ട് അണ്ണാ DMKയിൽ ചേർന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് കേരളത്തിൽ സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് ആഗ്രഹം എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. അങ്ങനെ കേരളത്തിൽ വരാൻ ആഗ്രഹിച്ച മലയാളിയായ, പിന്നീട് തമിഴ്നാട്ടിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരു കലാകാരിക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുമ്പോഴുള്ള ഒരു സാധ്യത എന്തിനു നിങ്ങൾ അടച്ചു കളഞ്ഞു? അങ്ങനെ ഒരു സാധ്യതയെ അടച്ചു കളഞ്ഞിട്ടില്ല. എന്റെ അറിവും ഓർമ്മയും ശരിയാണെങ്കിൽ മാഡം ഷീല കോൺഗ്രസ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം മാഡം ഷീലയുടെ ഒരു കോൺട്രിബ്യൂഷൻ, പണമല്ല സേവനം, പാർട്ടിക്ക് നൽകേണ്ടുന്ന സാഹചര്യങ്ങളിൽ വളരെ ഓപ്പണാണ് കോൺഗ്രസ് പാർട്ടിയുടെ വാതില്. മാഡത്തിന് വരാം, കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാം, സാമൂഹ്യ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന നിലപാടുകളോട് ചേർന്ന് നിൽക്കാം. എനിക്ക് മുമ്പ് പല നടികളെ കുറിച്ചും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കുറിച്ചും വളരെ ഔത്സുക്യം തോന്നിയിട്ടുണ്ട്. ശ്രീമതി ഉണ്ണിമേരി ഒരിക്കൽ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു, പക്ഷേ പിന്നീട് മാറി നിൽക്കുന്ന കണ്ടു. ശ്രീമതി നഗ്മ ഇപ്പോഴും രാഷ്ട്രീയത്തിലുണ്ട്, അവര് പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. ജയപ്രദ, അതുപോലെ ഓരോ നടികളും പല സാഹചര്യങ്ങളിലും വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്തായിരുന്നുവെങ്കിൽ അദ്ദേഹം രാജ്യസഭയിലേക്ക് ഇതേപോലെയുള്ള കലാകാരികളെ സ്വീകരിച്ച് ആദരിക്കുമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൽ മാഡം ഷീല പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും താഴോട്ട് ഇറങ്ങി വരേണ്ടി വരും. സാധാരണ പ്രവർത്തകരോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും. അത് മാഡം ഷീലയ്ക്ക് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് നാം ചിന്തിക്കണം. നമ്മുടെ എല്ലാം മനസ്സിലുള്ള വലിയ താരമാണ് ഇപ്പോഴും മാഡം ഷീല. അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലാണ് നമ്മളെല്ലാം അവരെ കാണുന്നത് പോലും. അതാണ്, ഇതേ വികാരം തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ, അവസാനിപ്പിക്കാൻ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇതേ വികാരം തന്നെയാണ് കെ ബാബു ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. ഷീല രാഷ്ട്രീയത്തിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് തടയുന്നതിൽ പ്രധാനിയായി നിന്നത്. കാരണം അവർക്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രഭാവമുണ്ടല്ലോ, ആ പ്രഭാവം 3 ദിവസം കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ അപ്രത്യക്ഷമാവുകയും അവർക്ക് നമ്മൾ പറയുമല്ലോ സാധാരണഗതിയിൽ തട്ടിക്കളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അതുകൊണ്ട് വേണ്ട എന്നുള്ളൊരു ഉപദേശം ഞാൻ വ്യക്തിപരമായി നൽകിയിരുന്നു എന്നാണ് കെ ബാബു പോലും പറയുന്നത്. അതിനെ ഇവർ ഭയക്കുന്നുണ്ടാവുമോ? തീർച്ചയായിട്ടും ഷീലയെ പോലെയുള്ള നടികൾക്ക് ഒരിക്കലും പറ്റിയ ഒരു രംഗമല്ല രാഷ്ട്രീയം. ഇന്നത്തെ പത്രത്തിലും കൂടി വാർത്തയുണ്ട്, ഹേമമാലിനി അവർ UP-യിലെ മധുരയിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗമാണ്. അവർ ആ മണ്ഡലത്തെ ഏത് രീതിയിൽ അവഗണിക്കുന്നു അതിനെ സംബന്ധിച്ചുള്ള പരാതികളൊക്കെ പത്രങ്ങളിലൊക്കെ ദൈനംദിന അടിസ്ഥാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ക്രിക്കറ്റ് കളിക്കാരനായ അസറുദ്ദീൻ, അദ്ദേഹം ഇതുപോലെ ഒരു പാർലമെന്റ് മെമ്പറായിരുന്നു കഴിഞ്ഞ തവണ UP-യിൽ നിന്ന്. ഇത്തവണ അദ്ദേഹം പരാജയപ്പെട്ടു. ഗോവിന്ദ ഡൽഹിയിൽ നിന്നുള്ള ബോംബെയിൽ നിന്നുള്ള ഒരു മെമ്പറായിരുന്നു, അദ്ദേഹം പരാജയപ്പെട്ടു. സുനിൽ ദത്ത് സാമാന്യനെ വിജയിച്ച ഒരു മെമ്പറാണ്. അപ്പൊ ഇത് ആള് ആരാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. അവർ എന്തുമാത്രം ഡെഡിക്കേഷനോട് രാഷ്ട്രീയത്തിലേക്ക് വരും
അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ NT രാമറാവു വിജയിച്ചു, അല്ലെങ്കിൽ MG രാമേന്ദ്രൻ വിജയിച്ചു. അവർക്ക് അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയത്തോട് ഒരു ചായ്വുള്ള ബെൻഡ് ഓഫ് മൈൻഡുള്ള ആളുകളെ. ഷീലയെ പോലെ ഒരു നടിക്ക് അത് എന്തുമാത്രം സാധിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അതിപ്പോ കോൺഗ്രസ്സുകാരെ ഞാൻ കുറ്റം പറയില്ല. കോൺഗ്രസിനോട് നമുക്ക് രാഷ്ട്രീയമായിട്ട് പല വിയോജിപ്പുകളും ഉണ്ടെങ്കിലും കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തിൽ ഷീല എന്ന് പറഞ്ഞ കലാകാരിക്ക് എന്ത് പരിഗണന കിട്ടും എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഷീലയോട് നമുക്കുള്ള സ്നേഹവും ബഹുമാനമൊക്കെ അവിടെ നിലനിർത്താൻ ഷീല സിനിമയിൽ തന്നെ തുടരുന്നതാണ് നല്ലത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ദീപിക പത്രത്തിൽ ഷീല സിനിമയിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നു എന്ന വാർത്ത വന്ന സമയത്ത് ശ്രീ AK ആന്റണിയെ പരീക്കുട്ടിയായിട്ടും ഷീലയെ കർത്തമ്മയാക്കിയും ചിത്രീകരിച്ചുകൊണ്ട് ദീപികയുടെ 1ാം പേജിൽ ഒരു കാർട്ടൂൺ വന്നിരുന്നു. രാജു നായർ വരച്ചാണെന്നാണ് എന്റെ ഓർമ്മ. അതിൽ പറഞ്ഞിട്ടുള്ള ഇതാണ്, ഈ കർത്തമ്മ പോയാൽ ഞാൻ ഇനി കടപ്പുറത്ത് പാടി നടക്കുമെന്ന് AK ആന്റണി പറയുന്നതായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പരിഹാസത്തിന് ഇട കൊടുക്കാതെ അവർ രാഷ്ട്രീയത്തിൽ നിൽക്കട്ടെ. AK ആന്റണി, ലാലി വിൻസെന്റ്, ഷാനിമോൾ ഉസ്മാൻ ഇവരൊക്കെ രാഷ്ട്രീയത്തിലും ഷീല സിനിമയിലും തുടരുന്നതാണ് എല്ലാവർക്കും നല്ലത്. അവസാനമായി ശ്രീ ജഗദീഷ്, താങ്കളോട് കൂടി ഒരു നന്ദികേടിന്റെ എലിമെന്റ് രാഷ്ട്രീയത്തിൽ ഇത്തിരി കൂടുതലാണോ? അങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ശ്രീമതി ലാലി വിൻസെന്റ് പറഞ്ഞതുപോലെ ഈ വിദ്യാർത്ഥി കാലത്ത് മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ സജീവമായി പങ്കെടുത്ത് ഒരുപാട് കാലം ഈ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രഭാതത്തിൽ ഒരു സിനിമയിൽ നിന്നും ഒരു കലാകാരനോ കലാകാരിയോ വരുമ്പോൾ ഈ ഇത്രയും ഞങ്ങളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ഇത്രയും വർഷം പ്രവർത്തിച്ചുള്ള പരിചയം ഞങ്ങൾക്കുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വന്ന് നിങ്ങളുടെ നിലപാടുകൾ ഞങ്ങളുടെ ജനസമ്മതി ഉള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് സ്ഥാനം വേണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അധികാരം വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അതിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ ജഗദീഷ്, ലാലി വിൻസെന്റ്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ, സത്യനന്ദിക്കാട്, B ഉണ്ണികൃഷ്ണൻ, R ബാലകൃഷ്ണപിള്ള, ഒപ്പം തന്നെ NM പിയേഴ്സൺ, NP ചേക്കുട്ടി. നന്ദി HSFR പങ്കെടുത്തതിന്.